ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. വിഷ്ണു സഹസ്രനാമത്തിലെ ഏറ്റവും അവസാനത്തെ നാമമാണ് സർവപ്രകരണായുധ. അതായത് സർവപ്രകരണ ആയുധങ്ങളും ഉള്ളവൻ എന്നർത്ഥം. പ്രകരണം എന്ന വാക്കിന് നശിപ്പിക്കുക അല്ലെങ്കിൽ ക്ഷയിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ശത്രു സംഹാരത്തിന്, അത് ശത്രുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ സർവ്വ ആയുധങ്ങളും ധരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അത് ഭക്തന്മാരുടെ വിശ്വാസവും ആത്മസുരക്ഷയും കൂടി കാണിക്കുന്നു. നമ്മൾ സാധാരണ ശ്രീഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ചതുർഭാഗ രൂപത്തിലുള്ള ഭഗവാനെ, ശംഖുചക്ര ഗദാ പത്മധാരിയായ ആ വിഷ്ണു ഭഗവാനെയാണ് നമ്മൾ സാധാരണ കാണുന്നത് മനസ്സിൽ. എന്നാൽ ഭാഗവതത്തിൽ ചില സമയങ്ങളിൽ അഷ്ടബാഹു മഹാവിഷ്ണു ഭഗവാൻ, അതായത് 8 തൃക്കൈകളോട് കൂടിയ വിഷ്ണു ഭഗവാൻ ഭക്തന്മാർക്ക് ദർശനം കൊടുക്കുന്നതായി കാണാൻ സാധിക്കുന്നു. പാഞ്ചജന്യം എന്ന ശംഖ്, കൗമോദകി എന്ന ഗദ, സുദർശന ചക്രം, താമര, ശാന്തം എന്ന വില്ല്, ശരചന്ദ്രം എന്ന പരിച, നന്ദകം എന്ന വാള്, ഏറ്റവും ഒടുവിൽ നാരായണാസ്ത്രവും. ഇതൊന്നും കൂടാതെ തന്നെ തനിക്ക് ഒരു ആയുധം കൊണ്ട് മരണം ഉണ്ടാകരുത് എന്ന് ബ്രഹ്മദേവനിൽ നിന്ന് വരം കൈക്കലാക്കിയ നമ്മുടെ ഹിരണ്യകശിപു ഉണ്ടല്ലോ. ഹിരണ്യകശിപുവിനെ ഭഗവാൻ എങ്ങനെയാണ് വധിച്ചത്? ആ തൃക്കൈകളിലെ 10 വിരലുകളിലെ 10 നഖങ്ങളെയും ആയുധമാക്കിക്കൊണ്ടാണ് ഭഗവാൻ ഹിരണ്യകശിപുവിനെ വധിക്കുന്നത് അല്ലേ. അപ്പോൾ ഭഗവാന്റെ മഹിമകളെ ഭാഗവതം പറയുന്നത് പോലെ ഈ ഭൂമിയിലെ മൺതരികളെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ചേക്കാം, എങ്കിലും നമുക്ക് ഭഗവാന്റെ മഹിമകളെ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.